ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. സദ്യയ്ക്കും ഓണത്തിനുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി. ഇതിന് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഗ്യാസിൽ 4 സിറ്റി അടുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ടുള്ള പുളി ഞാനിവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളി വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കണം. നമ്മുടെ പച്ചക്കറിയൊക്കെ അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പച്ചക്കറി 100 ഗ്രാം ചേന, 100 ഗ്രാം മത്തങ്ങ, 100 ഗ്രാം ഉരുളക്കിഴങ്ങ്, 100 ഗ്രാം പടവലങ്ങ, 100 ഗ്രാം ക്യാരറ്റ്, 100 ഗ്രാം കുമ്പളങ്ങ, 100 ഗ്രാം വെള്ളരിക്ക, 100 ഗ്രാം അമരപ്പയർ, ടൊമാറ്ററും മുരിങ്ങക്കായും. ഈ കഷ്ണം പകുതി വെന്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് വേവ് കുറവായതുകൊണ്ട് ഈ വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസിൽ 5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറിയെല്ലാം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് 100 ഗ്രാം മുരിങ്ങയ്ക്ക, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിന് വേവാൻ ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ. അതിനുശേഷം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മളുടെ തുവരപ്പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ വേവുന്ന കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി 5 മിനിറ്റ് ഇതിനെ അടച്ചു വെക്കണം. മുരിങ്ങയൊക്കെ വേവാനുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 5 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് പച്ചക്കറി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിലൊക്കെ വേവിച്ചാൽ കഷ്ണങ്ങളെല്ലാം അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ചരുവത്തിൽ വേവിക്കുന്നത്. കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വേണ്ടാത്തവർക്ക് ഇത് കുക്കറിലും പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഓണത്തിനൊക്കെ കഷ്ണങ്ങൾ ഇച്ചിരി കാണുന്നതാണ് നല്ലത്. നമുക്കൊരു മുരിങ്ങക്ക എടുത്ത് നോക്കാം. മുരിങ്ങക്ക വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പാർ വെന്തു എന്നർത്ഥം. നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ കടുക് വറക്കാൻ നോക്കാം. കടുക് വറക്കുന്നതിന് മുമ്പ് 100 ഗ്രാം വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട്. അത് നമ്മൾ എണ്ണയിൽ വറുത്താണ് ഇടുന്നത്, അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഇത് ഈ വെന്ത സാമ്പാറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ശകലം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു വലിയ സ്പൂണ് എരിയുള്ള മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഈസ്റ്റേൺ സാമ്പാർ പൗഡറിൻ്റെ 2 സ്പൂണ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ സാമ്പാർ നല്ലതുപോലെ കുറുകി വരും. അതനുസരിച്ച് ആദ്യമേ വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. ഇത് നമ്മൾക്ക് ഈ വെന്തിരിക്കുന്ന സാമ്പാറിനോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് വീണ്ടും ജസ്റ്റ് ഒന്ന് ഗ്യാസിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ അത് ഈ സാമ്പാറെല്ലാം പിടിക്കുകയുള്ളൂ.
ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.